ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് STD2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റോ അല്ലെങ്കിൽ STD2 ഓൾ സബ്ജക്ട്സ് എന്നുള്ള ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ തന്നെ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ആക്ടിവിറ്റി 1 നോക്കൂ. ഡ്രോ എ ബട്ടർഫ്ലൈ ഇൻ ദ എയർ ആൻഡ് an ant നിയർ ദ റാബിറ്റ്. ഈ പിക്ചറിൽ ആരൊക്കെയുണ്ട് മക്കളെ? ഒരു മഷ്റൂം ഉണ്ട്, ഒരു സ്പാരോ ഉണ്ട്, മൗസ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്. ഇനി നമ്മോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഡ്രോ എ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ എന്താണ്? ചിത്രശലഭം, പൂമ്പാറ്റ അല്ലേ? ഡ്രോ എ ബട്ടർഫ്ലൈ ഇൻ ദ എയർ. ഇവിടെ വായുവിൽ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു പൂമ്പാറ്റയെ ഡ്രോ ചെയ്ത് കൊടുക്കണം, വരച്ചു കൊടുക്കണം. ആൻഡ് an ant നിയർ ദ റാബിറ്റ്. പിന്നെയോ ഒരു ആൻറ്റിനെ. ആൻറ്റ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? ഉറുമ്പ് അല്ലേ? ഉറുമ്പിനെ വരയ്ക്കണം. എവിടെയാ വരയ്ക്കേണ്ടത്? നിയർ ദ റാബിറ്റ്. ഈ റാബിറ്റിൻ്റെ, മുയലിൻ്റെ അടുത്തായിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ പാറുന്ന ചിത്രവും ഒരു ഉറുമ്പ് റാബിറ്റിൻ്റെ അടുത്തിരിക്കുന്ന ചിത്രവും വരയ്ക്കണം. ഗിവ് റെഡ് കളർ ടു ദ മഷ്റൂം. അത് മാത്രം പോരാ, വേറെ എന്താ വേണ്ടേ? ഗിവ് റെഡ് കളർ ടു ദ മഷ്റൂം. ഈ മഷ്റൂമിന്, ഈ കൂണിന് റെഡ് കളർ കൊടുക്കണം. റെഡ് എന്ന് വെച്ചാൽ ചുവപ്പ് അല്ലേ? ചുവപ്പ് കളർ കൊടുക്കണം. ഗ്രീൻ കളർ ടു ദ ഗ്രൗണ്ട്. പിന്നെയോ പുല്ലിന്, താഴെ നിലത്തിന് ഗ്രീൻ കളർ, പച്ച നിറം കൊടുക്കണം. ആൻഡ് യെല്ലോ കളർ ടു ദ ബട്ടർഫ്ലൈ. പിന്നെയോ ബട്ടർഫ്ലൈക്ക്, നമ്മൾ വരച്ച ബട്ടർഫ്ലൈക്ക് യെല്ലോ കളർ കൊടുക്കണം. യെല്ലോ എന്ന് വെച്ചാൽ മഞ്ഞ. ഓക്കെ, അപ്പോൾ റെഡ് കളർ മഷ്റൂമിന്, ഗ്രീൻ കളർ നമ്മുടെ താഴെ നിലത്തിന്, പുല്ലിന്, ഗ്രൗണ്ടിന്, പിന്നെ യെല്ലോ കളർ ബട്ടർഫ്ലൈക്കും കൊടുക്കുക. അപ്പോൾ എളുപ്പമുള്ള ആക്ടിവിറ്റിയാണ്, മക്കൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റിയാണ്. ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള കേട്ടോ. ആക്ടിവിറ്റി 2 റീഡിംഗ് കോംപ്രഹെൻഷൻ. നമുക്കിവിടെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്. ആ സ്റ്റോറി നല്ലതുപോലെ വായിക്കുക. എന്നിട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. ആ ക്വസ്റ്റ്യന് കറക്റ്റ് ആൻസർ ചെയ്യുക. റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. There was a heavy rain. ഒരു ദിവസം നല്ല വലിയ മഴ പെയ്തു. There was a heavy rain. The sparrow, bunny, mouse, butterfly and the ant took shelter under the mushroom. സ്പാരോയും കുരുവിയും ബണ്ണി, ഒരു റാബിറ്റിൻ്റെ കുട്ടിയും, മൗസും ബട്ടർഫ്ലൈയും ഒരു ആൻറ്റും, ഒരു ഉറുമ്പും എവിടെ? മഷ്റൂമിന് താഴെയായിട്ട് ഷെൽട്ടർ കണ്ടുപിടിച്ചു. അവർ അതിന് താഴെ വന്നിരുന്നു. എന്തിന്? മഴയിൽ നിന്ന് രക്ഷ നേടാനായിട്ട്. Then came the fox to catch bunny. ആ സമയത്ത് ഒരു ഫോക്സ് വന്നു, ഒരു കുറുക്കൻ വന്നു. എന്തിനാ വന്നത്? ടു ക്യാച്ച് ബണ്ണി. ഈ ബണ്ണിയെ, ഈ മുയലുകുട്ടിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറുക്കൻ വന്നു. ഹിസ് ഫ്രണ്ട്സ് ഹെൽപ്ഡ് ഹിം ടു ഹൈഡ് ബിഹൈൻഡ് ദം. അപ്പോൾ അവൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ, അതായത് സ്പാരോയും മൗസും ബട്ടർഫ്ലൈയും ആൻറ്റും കൂടെയിട്ട് ബണ്ണിയെ ഹെൽപ്പ് ചെയ്തു. എങ്ങനെയാ ഹെൽപ്പ് ചെയ്തത്? They helped him to hide behind them. അവരുടെ പിന്നിൽ, അവരുടെ പുറകിൽ ഒളിച്ചു നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. The fox missed him and left the place. അപ്പോൾ ഫോക്സിന് ആ റാബിറ്റിനെ മിസ്സായിട്ട് അത് തിരിച്ചുപോയി. റാബിറ്റിനെ കണ്ടുപിടിക്കാൻ സാധിക്കാതെ അത് തിരിച്ചുപോയി. The next day, Bunny gifted a carrot to the mouse. അതിന് പിറ്റേ ദിവസം ബണ്ണി നമ്മുടെ മൗസിന് ഒരു ക്യാരറ്റ് സമ്മാനമായിട്ട് കൊടുത്തു. കാരണം അവരെ ഹെൽപ്പ് ചെയ്തതല്ലേ, ബണ്ണിയെ അവർ ഹെൽപ്പ് ചെയ്തതല്ലേ. സോ മൗസിന് ഒരു ക്യാരറ്റ് കൊടുത്തു. ഹി ഓൾസോ ഗേവ് സം ഗ്രെയിൻസ് ടു ദ മൗസ് ആൻഡ് ദ സ്പാരോ. പിന്നെയോ മൗസിനും സ്പാരോയ്ക്കും കുരുവിക്കും കുറച്ച് ഗ്രെയിൻസും കൊടുത്തു, കുറച്ച് ധാന്യമണികളും കൊടുത്തു. ഹി ബ്രോട്ട് സം ഫ്ലവേഴ്സ് ഫോർ ദ ബട്ടർഫ്ലൈ ടു. ബട്ടർഫ്ലൈക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സും കൊണ്ടുവന്നു, കുറച്ച് പൂക്കളും കൊണ്ടുവന്നു. അതെന്തിനാ? അതിന് തേൻ കുടിക്കാനല്ലേ. ഫ്ലവേഴ്സും കൊണ്ടുവന്നു. ദേ ഓൾ ബിക്കേം ഹാപ്പി. എല്ലാവർക്കും സന്തോഷമായി. ഇനി നമുക്ക് ഈ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, 5 ക്വസ്റ്റ്യൻസ് താഴെ തന്നിട്ടുണ്ട്, നോക്കാം. Question 1. The friends in the story are. ഈ കഥയിൽ പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്സ് ആരൊക്കെയാണ്? കൂട്ടുകാരാരൊക്കെയാണ്? A sparrow, butterfly, ant, mouse and a rabbit. ഓക്കെ, സ്പാരോ ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, ആൻറ്റ് ഉണ്ട്, മൗസ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ബണ്ണി എന്ന് എഴുതിയാലും മതി കേട്ടോ. Question 2. Where did they take shelter? അവർ എവിടെയാണ് ഷെൽട്ടർ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ എവിടെയാണ് അവർ മഴ വന്നപ്പോൾ ഷെൽട്ടർ തേടിയത്? ഇൻ എ ഹോൾ, അണ്ടർ എ മഷ്റൂം, അണ്ടർ ആൻ അംബ്രല്ല, ഇൻ എ ഹൗസ് അല്ലേ. അപ്പം മക്കളിങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക? സ്റ്റോറി ഒന്നുകൂടെ വായിച്ചു നോക്കുക. അപ്പം സ്റ്റോറിയിൽ തന്നെ ഉണ്ടായിരിക്കും. എന്താണ്? ദേ ടുക്ക് ഷെൽട്ടർ അണ്ടർ ദ മഷ്റൂം അല്ലേ. അപ്പം മഷ്റൂമിന് താഴെയാണ്. സോ അണ്ടർ എ മഷ്റൂം. Question 3. Who came to catch Bunny?
ബണ്ണിയെ പിടിക്കാനായിട്ട് വന്നത് ആരാണ്? എ ഡോഗ്, എ ടൈഗർ, എ ഫോക്സ്, എ ലയൺ. ഇതിലുണ്ടല്ലേ, ഇതിലുണ്ട് ആരാണ്? ദെൻ കെയിം ദ ഫോക്സ് ടു ക്യാച്ച് ബണ്ണി അല്ലേ, ഫോക്സ് ആണ് വന്നത്. സോ എ ഫോക്സ്. ക്വസ്റ്റ്യൻ 4. വാട്ട് ഗിഫ്റ്റ് ബണ്ണി ഗേവ് ടു ദ മൗസ്? മൗസിന് ബണ്ണി കൊടുത്ത ഗിഫ്റ്റ് എന്താണ്? സം ഗ്രെയിൻസ്, സം ഫ്ലവേഴ്സ്, നെക്ടർ, എ ക്യാരറ്റ്. എന്താ കൊടുത്തത്? എ ക്യാരറ്റ്. ക്യാരറ്റ് ആണല്ലേ കൊടുത്തത്. ക്വസ്റ്റ്യൻ 5. ഫൈൻഡ് ദ വേർഡ് ഫ്രം ദ സ്റ്റോറി വിച്ച് മീൻസ് ഗ്ലാഡ്. ഗ്ലാഡ് എന്നർത്ഥം വരുന്ന ഒരു വേർഡ് സ്റ്റോറിയിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്ലാഡ് എന്ന് വെച്ചാൽ സന്തോഷം എന്നാണ് അർത്ഥം. സന്തോഷം എന്നർത്ഥം വരുന്ന ഏത് വേർഡാണ് ഉള്ളത്? ഹെൽപ്പ്. ഹെൽപ്പ് എന്ന് വെച്ചാൽ സഹായം. ഹാപ്പി. ഹാപ്പി സന്തോഷം. ഹൈഡ് ഒളിക്കുക, ഒളിച്ചിരിക്കുക. മിസ് നഷ്ടം അല്ലെങ്കിൽ നഷ്ടമായി എന്നൊക്കെ അർത്ഥം. സോ ഹാപ്പിയാണ് ഗ്ലാഡ് എന്നർത്ഥം വരുന്ന വേർഡ്. ആക്ടിവിറ്റി 3 ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രൈബ് ദ പിക്ചർ. നമുക്ക് താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറെ ഡിസ്ക്രൈബ് ചെയ്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ പിക്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നുണ്ടെന്ന് ആദ്യം നോക്കുക. ആ കാണുന്ന കാര്യങ്ങളാണ് കേട്ടോ എഴുതേണ്ടത്. There is 2 elephants in the picture. ഈ പിക്ചറിൽ 2 elephants ഉണ്ട്. എലഫന്റ് എന്ന് വെച്ചാൽ ആന. 2 elephants ഉണ്ട്. There is a television and small table in the room. അവിടെ ഒരു ടെലിവിഷനും ഉണ്ട്, ഒരു ടേബിളും ഉണ്ട്, ചെറിയൊരു ടേബിളും ഉണ്ട്. There is a ball. ഒരു ബോൾ ഉണ്ട്. There is a book. ഒരു ബുക്ക് ഉണ്ട്. In the book we can see the picture of an apple and a mango. ആ ബുക്കിൽ നമുക്കൊരു ആപ്പിളിൻ്റെയും ഒരു മാംഗോയുടെയും പിക്ചറും കാണാം. അപ്പം ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതിയാവും കേട്ടോ. ആക്ടിവിറ്റി 4 ക്രോസ്വേർഡ് പസിൽ. റീഡ് ദ ഹിൻസ് ആൻഡ് കംപ്ലീറ്റ് ദ ക്രോസ്വേർഡ് പസിൽ. നമുക്കിവിടെ ഒരു പസിൽ തന്നിട്ടുണ്ട്, കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. ആ പസിൽ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന് വേണ്ട ഹിൻസും തന്നിട്ടുണ്ട്. സോ ആദ്യത്തേത് എക്രോസ്. എക്രോസ് എന്ന് വെച്ചാൽ നേരെ. ഓക്കെ, നേരെ എഴുതാനാണ്. ഒന്നാമത്തേത് ഐ ആം എ സ്മോൾ റാബിറ്റ്. ഞാൻ ഒരു ചെറിയ റാബിറ്റ് ആണ്. ഐ ലൈക്ക് ക്യാരറ്റ്. എനിക്ക് ക്യാരറ്റ് ഇഷ്ടമാണ്. എന്താണ് മക്കളെ? ബണ്ണി. ബണ്ണിയാണ് അല്ലെ ക്യാരറ്റ്. റാബിറ്റിന്റെ ചെറിയ സ്മോൾ റാബിറ്റിന് നമ്മൾ ബണ്ണി എന്നാണ് വിളിക്കുക. ബണ്ണി. 2 ഐ ആം എ ബിഗ് ക്യാറ്റ്. ഐ ലിവ് ഇൻ ദ ഫോറസ്റ്റ്. ഞാൻ വലിയൊരു പൂച്ചയാണ്. ഞാൻ ഫോറസ്റ്റിലാണ് ജീവിക്കുന്നത്, കാട്ടിലാണ് താമസിക്കുന്നത്. സോ ടൈഗർ ആണ് അല്ലെ ആൻസർ. ടൈഗർ. ക്വസ്റ്റ്യൻ 3 ഐ ലുക്ക് ലൈക്ക് എ ഡോഗ്. ഐ ഈറ്റ് സ്മോൾ ആനിമൽസ്. ഐ ലുക്ക് ലൈക്ക് എ ഡോഗ്. ഞാനൊരു ഡോഗിനെ പോലെയാണ് എന്നെ കാണാൻ. ഐ ഈറ്റ് സ്മോൾ ആനിമൽസ്. ഞാൻ ചെറിയ മൃഗങ്ങളെയൊക്കെ തിന്നും. ആരാണ്? എഫ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. സോ ഫോക്സ് ആണ്, കുറുക്കൻ. ഫോക്സ് ആണ് കേട്ടോ. ഇനി ഡൗൺ, താഴേക്കുള്ളത് എന്താണെന്ന് നോക്കാം. 1 ഒന്ന് നോക്കൂ. ഐ ആം വെരി പ്രെറ്റി. എന്നെ കാണാൻ വളരെ ഭംഗിയാണ്, പ്രെറ്റിയാണ്. ഐ ഫ്ലൈ ഇൻ ദ എയർ. ഞാൻ വായുവിൽ ഇങ്ങനെ പറന്ന് നടക്കും. ഐ ലൈക്ക് നെക്ടർ. എനിക്ക് തേൻ ഇഷ്ടമാണ്. നെക്ടർ എന്ന് വെച്ചാൽ തേൻ. തേൻ ഇഷ്ടമാണ്. ആരാ മക്കളെ ആള്? ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ ആണ് കേട്ടോ. ഇനി 4 ഡൗൺവേർഡ്. 4 താഴേക്ക്. 4 ഐ ആം വെരി ബിഗ്. ഞാൻ വലിയൊരു സാധനമാണ്. ഐ ഹാവ് എ ലോങ് നോസ്. എനിക്ക് നീണ്ട മൂക്കുണ്ട്. ഐ ഹാവ് 2 ബിഗ് ഇയേഴ്സ്. എനിക്ക് നല്ല 2 വലിയ ചെവികളുണ്ട്. ആരാണ്? എലഫന്റ് ആണ്. സോ എലഫന്റ് എന്ന് എഴുതാം. ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആക്ടിവിറ്റി 5 കോൺവെർസേഷൻ. സംഭാഷണം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഡെല്ല ആൻഡ് ദ എലഫന്റ് മോം. യൂസ് ദ ഹെൽപ്പ് ബോക്സ്. അപ്പൊ ഡെല്ലയും എലഫന്റ് മോമും, അമ്മയും അമ്മയുടെ മകളാണല്ലേ ഡെല്ല, ഡെല്ലയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ബിറ്റർ ഗോഡ്, ഓ മൈ ഗോഡ്, ടുഡേ തുടങ്ങിയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ഡെല്ല പറയുന്നത് നോക്കൂ. ഈസ് ടീ റെഡി മോം? അമ്മേ ചായ റെഡി ആയോ? അപ്പൊ മോം എന്ത് പറയും? നോ ടീ ഡാഷ്. നോ ടീ ടുഡേ. ഇന്ന് ചായയില്ല. നോ ടീ ടുഡേ. യു മസ്റ്റ് ഡ്രിങ്ക് ഡാഷ് ജ്യൂസ്. നിങ്ങൾ ഈ ജ്യൂസ് കുടിക്കണം. ഏത് ജ്യൂസാണ്? യു മസ്റ്റ് ഡ്രിങ്ക് ബിറ്റർ ഗോഡ് ജ്യൂസ്. പാവയ്ക്ക് കൊണ്ടുള്ള ജ്യൂസ് കുടിക്കണം. അത് കേൾക്കുമ്പോൾ ഡെല്ല എന്ത് പറയും? ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ എന്ന് പറയും അല്ലേ. അപ്പം ഇങ്ങനെയാണ് കോൺവെർസേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരിക എന്നൊക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആൻസേഴ്സ് എങ്ങനെ എഴുതുക എന്നുള്ളത് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്